സംഭവിക്കുന്നത് അദ്ഭുതമോ? ശിവകാർത്തികേയന്റെ അമരൻ കളക്ഷനിൽ ആ മാന്ത്രിക സംഖ്യ മറികടന്നു. തമിഴകത്തിന്റെ ശിവകാർത്തികേയൻ നായകനായി വന്ന ചിത്രമാണ് അമരൻ. ശിവകാർത്തികേയന്റെ അമരൻ ആഗോളതലത്തിൽ 280 കോടിയിൽ അധികം നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രം ചിത്രം നേടിയ കളക്ഷനും ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ചിത്രം 209 കോടി രൂപയിലധികമാണ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ശിവകാർത്തികേയനു മുമ്പ് തമിഴകത്തിന്റെ 200 കോടി ക്ലബിലെത്തിയത് വിജയും കമൽഹാസനും രജനീകാന്തുമാണ്. ആദ്യമായിട്ടാണ് ശിവകാർത്തികേയൻ ആഗോളതലത്തിൽ 250 കോടി ക്ലബിലെത്തുന്നത്. ഇതിനു മുമ്പ് ആഗോളതലത്തിൽ 125 കോടി നേടിയ ഡോണ് ആണ് ഉയർന്ന കളക്ഷനായി ശിവകാർത്തികേയന്റെ പേരിലുണ്ടായിരുന്നത്. ശിവകാർത്തികേയൻ തമിഴകത്ത് മുൻനിര വിജയ താരങ്ങളുടെ പട്ടികയിലേക്കെത്തി എന്നതും പ്രധാന പ്രത്യേകതയാണ്. വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുകയാണ്. വിജയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് നിലവിൽ ഉത്തരം ശിവകാർത്തികേയൻ എന്നാണ്. ദളപതി വിജയ് നായകനായി എത്തിയ ദ ഗോട്ടിൽ ശിവകാർത്തികേയനും അതിഥി വേഷത്തിലുണ്ടായിരുന്നു. ചിത്രത്തിൽ വിജയ് ശിവകാർത്തികേയന് നിർണായക രംഗത്ത് തോക്ക് കൈമാറുന്നുണ്ട്. ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു. വിജയുടേതായി തുപ്പാക്കി എന്ന ഒരു സിനിമയുമുണ്ട്. തോക്ക് കൈമാറുന്നത് തന്റെ ഒന്നാം നിര താര പദവി ശിവകാർത്തികേയനെ ഏൽപ്പിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞതായിരുന്നു അമരൻ. മേജർ മുകുന്ദ് വരദരാജനായിട്ടാണ് ശിവകാർത്തികേയൻ ചിത്രത്തിൽ എത്തിയത്. ഇന്ദു റെബേക്ക വർഗീസായി ശിവകാർത്തികേയൻ ചിത്രത്തിൽ നായികയായത് സായി പല്ലവിയും മറ്റു കഥാപാത്രങ്ങളായി ഭുവൻ അറോറ, രാഹുൽ ബോസ്, ലല്ലു, ശ്രീകുമാർ, ശ്യാം പ്രസാദ്, ശ്യാം മോഹൻ, ഗീതു കൈലാസം, വികാസ് ബങ്കർ, മിർ സൽമാൻ എന്നിവരും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിനും പുറത്തും ചിത്രം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. രാജ്കുമാര് പെരിയസ്വാമിയാണ് സംവിധാനം നിർവഹിച്ചത്.